ലോകത്തിൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാനുള്ള ആഗോള വേദിയായ ഐക്യരാഷ്ട്രസഭയുടെ 80ാം വാർഷികാഘോഷത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസംഗത്തിലും പകയും വിദ്വേഷവും നിറഞ്ഞു. തൻ്റെ തീരുമാനങ്ങൾ ലോകത്തിനുമേൽ അടിച്ചേൽപ്പിക്കുവാനുള്ള വ്യഗ്രതയാണ് ട്രംപിൻ്റെ പ്രസംഗത്തിൽ പ്രകടമായത്. സ്വയം പുകഴ്ത്താനും സ്വന്തം രാജ്യത്തിൻ്റെ മഹത്വം പറയുവാനുമുള്ള ഒരു വേദിയാക്കി ട്രംപ് UN സമ്മേളനത്തെ മാറ്റി. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും ലോകത്തെ നയിക്കാൻ അമേരിക്കയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് ട്രംപ് പറഞ്ഞതിനെതിരെ വിമർശനമുയർന്നു. പാലസ്തീന് രാഷ്ട്രപദവി നൽകുന്നത് ഹമാസിൻ്റെ ഭീകരതയ്ക്കുള്ള സമ്മാനമായിരിക്കുമെന്ന് പറഞ്ഞ ട്രംപ് കുടിയേറ്റം യൂറോപ്പിനെ നരകമാക്കുമെന്ന് മുന്നറിയിപ്പും നൽകി. UN പൊതുസഭയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. For the most part, at least for now, all they seem to do is write a really strongly worded letter and then never follow that letter up. It's empty words, and empty words don't solve war. The only thing that solves war and wars is action. മുൻനിര UN ഉദ്യോഗസ്ഥരെയും 150 രാഷ്ട്രങ്ങളുടെ തലവന്മാരെയും മുന്നിലിരുത്തി ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തിയെ ചോദ്യം ചെയ്യുകയായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അർത്ഥശൂന്യമായ വാക്കുകൾ മാത്രമാണ് UN എന്നും ഇത്തരം നിരർത്ഥകമായ വാക്കുകൾ കൊണ്ട് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. UN-ന്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്നും സമാധാനം സ്ഥാപിക്കുന്ന കാര്യത്തിൽ പരാജയമാണെന്നും ട്രംപ് ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ UN-ന് ഇനി മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമാണെന്നും ട്രംപ് പറഞ്ഞു. ലോകത്തെ നയിക്കേണ്ടത് അമേരിക്കയാണെന്നുള്ള ട്രംപിന്റെ വീരവാദം മറ്റ് രാഷ്ട്ര നേതാക്കളെ അസ്വസ്ഥരാക്കി. But later I realized that the United Nations wasn't there for us. They weren't there. I thought of it really after the fact, not during these negotiations, which were not easy. That being the case, what is the purpose of the United Nations? The UN has such tremendous potential. I've always said it. It has such tremendous potential. UN-ന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ ട്രംപ് താൻ മധ്യസ്ഥനായി നിരവധി യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്ന് UN പൊതുസഭയിലും ആവർത്തിച്ചു. അതിനാൽ നൊബേൽ സമ്മാനം തനിക്ക് അർഹതപ്പെട്ടതാണെന്നും ട്രംപ് വാദിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉൾപ്പെടെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്ന അവകാശവാദം UN പൊതുസഭയിലെ പ്രസംഗത്തിനിടയിലും ട്രംപ് ആവർത്തിച്ചു. മറ്റൊരു ലോക നേതാവോ രാഷ്ട്രത്തലവനോ ഇത്തരം വലിയ കാര്യങ്ങൾ അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടില്ലെന്നും രാഷ്ട്രത്തലവന്മാരെയും പ്രതിനിധികളെയും വേദിയിലിരുത്തി ഡൊണാൾഡ് ട്രംപ് സ്വയം പുകഴ്ത്തി. 7 മാസത്തിനിടെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച തന്നോട് ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് ഒരാൾ പോലും വിളിച്ച് ഒരു നന്ദി വാക്കുപോലും പറഞ്ഞില്ലെന്നും ട്രംപ് വിമർശിച്ചു. Now, after ending all of these wars and also earlier negotiating the Abraham Accords, which is a very big thing for which our country received no credit, never receives credit. Everyone says that I should get the Nobel Peace Prize for each one of these achievements. But for me, the real prize will be the sons and daughters who live to grow up with the mothers and fathers, because millions of people are no longer being killed in endless and unglorious wars. What I care about is not winning prizes, it's saving lives. We saved millions and millions of lives with the 7. കുടിയേറ്റം തടയാൻ ട്രംപ് സ്വീകരിക്കുന്ന കർശന നിലപാടുകൾ ലോകമെങ്ങും വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. എന്നാൽ കുടിയേറ്റം തടയുന്നതിനുള്ള സ്വന്തം ശ്രമങ്ങളെ ട്രംപ് പ്രശംസിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ അതിർത്തികൾ തുറന്നിടുക എന്ന പരീക്ഷണത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. കൂട്ടമായുള്ള കുടിയേറ്റം രാജ്യങ്ങളുടെ ഘടനയെ തന്നെ മാറ്റുകയാണ്. ഇത് അനുവദിക്കുന്ന രാജ്യങ്ങൾ നരകത്തിലേക്ക് പോകുകയാണെന്നും ട്രംപ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. മാത്രവുമല്ല, കുടിയേറ്റത്തിനെതിരെ താൻ സ്വീകരിക്കുന്ന നയങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കമുള്ള വിദേശ നേതാക്കൾ സ്വീകരിക്കുന്നതാണ് ബുദ്ധിയെന്നും അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യങ്ങൾ നശിപ്പിക്കപ്പെടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. യൂറോപ്പ് ഗുരുതരമായ പ്രശ്നത്തിലാണെന്നും അന്യരാജ്യങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന കുടിയേറ്റക്കാരെ തടഞ്ഞില്ലെങ്കിൽ പടിഞ്ഞാറൻ യൂറോപ്പിന്റെ മരണം ആസന്നമാണെന്നും ട്രംപ് ഓർമ്മപ്പെടുത്തി. അനധികൃത കുടിയേറ്റത്തിന് ഒത്താശ ചെയ്ത് US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കു നേരെയുള്ള അതിക്രമത്തിന് UN ഫണ്ട് നൽകുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. Is the number one political issue of our time, the crisis of uncontrolled migration. It's uncontrolled. Your countries are being ruined. The United Nations is funding an assault on Western countries. Millions of people came through that southern border. Just a year ago, millions and millions of people were pouring in, 25 million altogether over the 4 years of the incompetent Biden administration.
ലോകരാജ്യങ്ങളുടെ എതിർപ്പിന് കാരണമായ താരിഫ് നയം എന്തുകൊണ്ട് നടപ്പിലാക്കി എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ട്രംപ് UN വേദി ഉപയോഗപ്പെടുത്തി. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനമായാണ് US താരിഫ് നയം ഉപയോഗിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി. ഞങ്ങൾ എല്ലാ രാജ്യങ്ങളുമായും ശക്തമായ വ്യാപാരവും വാണിജ്യവും ആഗ്രഹിക്കുന്നു. ഞങ്ങൾ രാജ്യങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു, സഹായിക്കുകയും ചെയ്യും. എന്നാൽ അത് ന്യായവും പരസ്പരം പ്രയോജനപരവുമായിരിക്കണമെന്ന് ട്രംപ് പറഞ്ഞു. വർഷങ്ങളോളം ഇതേ താരിഫുകൾ ഞങ്ങൾക്കുമേൽ ചുമത്തിയിരുന്നതുപോലെ തന്നെ ഞങ്ങൾ താരിഫുകളെ ഒരു പ്രതിരോധ സംവിധാനമായി ഉപയോഗിച്ചുവെന്നും ട്രംപ് UN പൊതുസഭയിലെ പ്രസംഗത്തിനിടെ വെളിപ്പെടുത്തി. The challenge with trade is much the same with climate. The countries that followed the rules, all their factories have been plundered. It's really sad to watch. They've been broken. They've been broken by countries that broke the rules. That's why the United States is now applying tariffs to other countries, and much as these tariffs were for many years applied to us, uncontrollably applied to us. യുക്രൈന് നേരെ യുദ്ധം നയിക്കാൻ റഷ്യയെ സഹായിക്കുന്ന പ്രധാന സാമ്പത്തിക സ്രോതസ്സുകൾ ഇന്ത്യയും ചൈനയുമാണെന്ന് UN പൊതുസഭയിലെ പ്രസംഗത്തിനിടെ ട്രംപ് ആരോപിച്ചു. യുദ്ധ സ്പോൺസർമാരായ ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമേൽ കൂടുതൽ തീരുവ ചുമത്തണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോട് ട്രംപ് ആവശ്യപ്പെട്ടു. China and India are the primary funders of the ongoing war by continuing to purchase Russian oil. But inexcusably, even NATO countries have not cut off much Russian energy and Russian energy products, which, as you know, I found out about 2 weeks ago and I wasn't happy. Think of it. They're funding the war against themselves. സഖ്യകക്ഷികളായ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിനോടുള്ള വിയോജിപ്പ് ട്രംപ് പൊതുസഭയിൽ തുറന്നു പറഞ്ഞു. പൊതുസഭയിലെ ചിലർ ഏകപക്ഷീയമായി ഒരു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഹമാസ് ഭീകരർക്ക് അവരുടെ ക്രൂരതകൾക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലമായിരിക്കും അതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. അംഗീകാരം സംഘർഷം തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണെന്നും ട്രംപ് പറഞ്ഞു. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനായി ഒന്നിക്കണമെന്ന് ട്രംപ് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. As everyone knows, I have also been deeply engaged in seeking a ceasefire in Gaza. Have to get that done. Have to get it done. Unfortunately, Hamas has repeatedly rejected reasonable offers to make peace. We can't forget October 7th, can we? Now, as if to encourage continued conflict, some of this body is seeking to unilaterally recognize a Palestinian state. The rewards would be too great for Hamas terrorists for their atrocities. This would be a reward for these horrible atrocities. പലസ്തീൻ പ്രശ്നവും യുക്രൈൻ യുദ്ധവും മുഖ്യ വിഷയങ്ങളായി ഫ്രാൻസിന്റെയും സൗദിയുടെയും അധ്യക്ഷതയിൽ നടന്ന ഉച്ചകോടിയിൽ ഡസനിലേറെ നേതാക്കളാണ് പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഇതിനിടെയാണ് US പ്രസിഡന്റ് പലസ്തീനെ തള്ളി ഇസ്രായേലിനു വേണ്ടി ശക്തമായ നിലപാടെടുത്തത്. കാലാവസ്ഥ മാറ്റത്തെ ചെറുക്കുന്നതിനായി രാജ്യങ്ങൾ സ്വീകരിച്ച നയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. കാലാവസ്ഥ മാറ്റം ഒരു തട്ടിപ്പ് പരിപാടിയാണ്. ഫോസിൽ ഇന്ധനങ്ങളെ കൂടുതലായി ആശ്രയിക്കണമെന്നും ട്രംപ് പറഞ്ഞു. The primary effect of these brutal green energy policies has not been to help the environment, but to redistribute manufacturing and industrial activity from developed countries that follow the insane rules that are put down to polluting countries that break the rules and are making a fortune. They're making a fortune. മുൻ പ്രസിഡന്റ് ജോ ബൈഡനെയും മറ്റ് രാഷ്ട്രതലവന്മാരെയും പലതവണ അപഹസിക്കാനും UN വേദി ട്രംപ് ഉപയോഗിച്ചു. UN വേദിയിൽ ഇത്തരം വീരവാദങ്ങൾക്കെതിരെ മറ്റു രാജ്യങ്ങൾ രംഗത്ത് വരാറുള്ളതാണ്. ട്രംപിന്റെ വാക്കുകൾക്കെതിരെ വിമർശിക്കാൻ അനവധി കാരണങ്ങളുണ്ടായിട്ടും മിക്ക രാഷ്ട്രതലവന്മാരും മൗനം അവലംബിക്കുകയായിരുന്നു.